ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ ഇഷ്ടമല്ലടാ കൊച്ചു കള്ളനെ എടാ എടാ കവിളൊരു ഉമ്മന്നല്ല കവലയില് വാന്നാ പറയുന്നത്. കവിളൊരു ഉമ്മ. വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. ആ ഫാൻ ആരായിരുന്നു? ഒത്തിരി കഥകളുണ്ടോ? പറഞ്ഞു കൊടുത്തേ. മുളയിലെ മുള്ളും എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് നല്ല പാട്ടാന്ന് പറഞ്ഞാൽ താങ്ക് യു സിസ്റ്റർ. എൻ്റെ കോളേജ് ഗ്രൂപ്പ് ഞാനാണ് സ്റ്റാർ സിംഗർ ചെയ്യുന്നത് അവിടെ ആർക്കും അറിയാം. അപ്പോൾ അവിടെ ഒരു ദിവസം നോക്കിയപ്പോൾ കറങ്ങി അടിച്ച് വന്നിരിക്കുന്നു നന്ദയുടെയും ദിശയുടെയും പാട്ട്. നല്ല ഗംഭീര പാട്ടാണ്, കണ്ടു നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ട തിണ്ടി ഞാനാണ് അയച്ചു నగుమో మూగనలే నీ నా జాలి తెలిసి. ഫസ്റ്റ് ലെവൽ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഫ്ലാറ്റിൽ ഫ്ലെക്സ് വെച്ചു. ഒറ്റപ്പാലത്തിന്റെ പ്രിയപുത്രൻ സ്റ്റാർ സിംഗിലേക്ക് സെലക്ഷൻ ആയ ബൽറാമിനെ ആശംസിച്ചു. അപ്പം ഒറ്റപ്പാലത്തുള്ള ചെക്കനുണ്ട്, അതിന്റെ പേര് ബൽറാം എന്നാണ്. അവൻ ഫസ്റ്റ് ലെവൽ അവൻ മറ്റേ ടി വിയിലൊക്കെ ഭയങ്കര പിടിയാണ്. അവനെ ഓൾറെഡി നീയാണോ ബൽറാം, നീ എന്തിനാണ് ഒറ്റപ്പാലത്ത് ഫ്ലെക്സ് വെച്ചത്? സാറെങ്ങനെ അറിഞ്ഞു? ഗൂഗിൾ ഫസ്റ്റ് റൗണ്ടിൽ പാടി കഴിഞ്ഞിട്ട് ഗൂഗിളിൽ ഇന്നിയറിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഗൂഗിൾ നേരെ വന്നിട്ട് ഞാനിരിക്കുന്ന കൺസോളിന്റെ പുറകിൽ വന്നിട്ട് എന്റെ ഇന്നിയറിൽ എനിക്ക് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവനേതാ ഞാനിത് പറയുന്നത് ഇനി പണം വരുന്നവർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ. എന്തേ ഇന്നും വന്നീല എന്നോടൊന്നും ചൊല്ലില അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം. ഈ ജഡ്ജസിന്റെ കോമ്പിനേഷൻ സെലക്ട് ചെയ്തതിനെ പറ്റിയാണ് എനിക്കിനി ചോദിക്കുന്നത്. അതായത് ചിത്ര ചേച്ചീനെ നമ്മൾ ഇത്ര മാസമായിട്ട് വേറെ കണ്ടിട്ടില്ല. വിധുചേട്ടൻ്റെ എക്സ്ട്രീം ഇതിലാണ്, സിത്താർ ചേച്ചി കട്ടയ്ക്കൊപ്പത്തിനൊപ്പം. അപ്പം എങ്ങനെയാണ് ഈ ഒരു കോംബോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്? ഒരു ദിവസം രാത്രിയിൽ സിതാര എനിക്ക് പറയുന്നു ചിത്ര ചേച്ചിക്ക് ഒരു മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞു. എനിക്ക് സിതാരയല്ല, സജീഷാണ്, സിതാരയുടെ ഹസ്ബൻഡാണ് എനിക്ക് പറഞ്ഞത്. ചിത്ര ചേച്ചിയുടെ നമ്പർ എടുത്ത് തന്നിട്ട് സർഗു ചിത്ര ചേച്ചി ഒന്ന് വിളിക്കും ഒന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു പരിചയമില്ല, സർഗുവെ അറിയാം, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ചിത്ര ചേച്ചിക്ക് ഞാൻ ആദ്യമായിട്ട് മെസ്സേജ്, ചേച്ചി ദിസ് ഇസ് സർഗു വിജയരാജ് എന്ന് പറഞ്ഞു. ആ സർഗു പറയൂ ചേച്ചി. അന്നേരം തന്നെ സംസാരിച്ചു തുടങ്ങി. ചേച്ചി എനിക്ക് ചേച്ചിയെ വേണ്ടത് വിജയ് ടി വിയിലും ഒക്കെ ഇരിക്കുന്നൊരു ചേച്ചി ഉണ്ടല്ലോ, ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ചേച്ചി, ഡാർക്ക് ഷെയ്ഡ്സ് ആയിട്ടുള്ള സാരി ഉടുത്തുക്കുന്ന അങ്ങനത്തെ ഒരു ചേച്ചി, എനിക്ക് ആ ചേച്ചിയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ചേച്ചിനെ അയ്യോ ഞാനിവിടെ അങ്ങനെ വന്നിട്ടില്ല, ഇവിടെയുള്ള ആൾക്കാർ എന്നെ മലയാളി ഓഡിയൻസ് ഉൾക്കൊള്ളില്ല. ഞാൻ പറഞ്ഞു ഉൾക്കൊള്ളും, ചേച്ചി ചിരിക്കുന്നതും ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആരൊക്കെയാണ് കൂട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വിധുവും സാരയാണ്. ചേച്ചി അവരോടൊക്കെ സംസാരിച്ചു. ചേച്ചി ഓരോ ഷൂട്ടിന് മുമ്പ് ഞാനും ചേച്ചിയായിട്ട് കുറേ ചെറിയ ചെറിയ സൗന്ദര്യ തർക്കങ്ങളുണ്ടാവും. ചേച്ചി ആദ്യം ലൈറ്റ് സാരി കൊടുക്കുമെന്ന് പറയും. ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊന്നും പറയാം. അപ്പോൾ ചേച്ചിയുടെ കുറേ കളക്ഷൻസ് ഉണ്ട്, എനിക്കൊന്ന് 100 കണക്കിന് സാരികളുടെ കളക്ഷൻസ് ഉണ്ട്. ചേച്ചി ഇതെല്ലാം എനിക്ക് അയച്ചു തരും, ചേച്ചിയുടെ സ്വന്തം കോസ്റ്റ്യൂം. ചേച്ചി ഇതെല്ലാം എനിക്ക് അയച്ചു തരും. അയച്ചു തന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഏറ്റവും ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള മാത്രം സെലക്ട് ചെയ്യും. ചേച്ചി ഇത് മതി. അയ്യോ ഇത് വേണ്ട ഇത് വേണ്ട. ഞാൻ പ്ലീസ് ചേച്ചി ഇതിനകത്ത് വേണ്ട, ഭയങ്കര രസമായിരിക്കും, ചേച്ചിയുടെ ഒരു കളറൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ചേച്ചിയെ കൊണ്ട് ഞാനത് ഓക്കെ പറയും. ഭയങ്കര കണിച്ചക്കാരിയാണ്. ഈ മാർക്സിൻ്റെ കേസിലും അന്തം വിട്ടുപോകുന്ന സാധനം എന്ന് പറയുമ്പോൾ സ്റ്റാർ സിംഗർ സീസൺ 2-ലാണ് ചേച്ചി ആദ്യമായിട്ട് ജഡ്ജാണ്. ആ ജഡ്ജായിരുന്ന ആ സീസൺ മുതൽ ഇന്ന് വരെയുള്ള ചേച്ചി ഏതൊക്കെ റിയാലിറ്റി ഷോയിൽ ഗസ്റ്റായിട്ട് പങ്കെടുത്തിട്ടുണ്ടോ, ഏതൊക്കെ റിയാലിറ്റി ഷോയിൽ പെർമനന്റ് ജഡ്ജായിട്ട് പങ്കെടുത്തിട്ടുണ്ടോ, അത്രയും സമയത്ത് മാർക്ക് ഷീറ്റ് ചേച്ചിയുടെ കയ്യിലുണ്ട്. ഇന്നും ചേച്ചിയുടെ ഐപാഡിലുണ്ട്. അത്രയും വളരെ ചെയ്യുന്ന ജോലിയോട് അത്രയും കൃത്യതയുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് ചേച്ചി. ചേച്ചി ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പാട്ട് ചേച്ചി എങ്ങും പാടിയിട്ടില്ല. അത് പാടുക മാത്രമല്ല, കണ്ണട വെച്ച് ലാലേട്ടന്റെ പോസ്റ്റില് ഒരു ചെറിയൊരു 2 ചുവടും കൂടി ചേച്ചി വെച്ചു എന്നുള്ളതാണ്. എങ്ങനെ സാറേ കൺവിൻസ് ചെയ്തെടുത്ത ചിത്രാമ്മ പോലെ? അത് ഈ സ്നേഹത്തിന്റെ പുറത്തുള്ള നിർബന്ധം കൊണ്ട് വീണ് പോകുന്ന. അപ്പൊ ചേച്ചി അത് പാടി കഴിഞ്ഞിട്ട്
ചേച്ചി ഇങ്ങനെ കൂടെ വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ? ഞാൻ അപ്പം മറ്റേ ഇങ്ങനെ വന്ന് നന്നായിരിക്കും ഞാൻ നടന്നു കാണിച്ചു. അയ്യോ ഇത് പറ്റൂല എന്ന് പറഞ്ഞു. ഇതൊക്കെ സ്റ്റേജിലാണോ പറഞ്ഞു കൊടുക്കുക അതോ റിഹേഴ്സൽ ടൈമിൽ? ഞാൻ ഇന്നിയർ ഉണ്ട്, ഇന്നിയറിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ചേച്ചി അന്നേരെ പറയും പറ്റില്ല എന്ന് പറയും. പിന്നെ ചേച്ചി ഞാനും കൂടെ മൊബൈലില് വാട്സപ്പില് പറ്റില്ല ചേച്ചി ഞാനുണ്ട് പ്ലീസ് അങ്ങോട്ടായി. അങ്ങനെ ഒരു ഞാൻ ഇന്നിയറിൽ പറയും ചേച്ചി വേറൊന്നും വിചാരിക്കണ്ട ചേച്ചി, ഇതിങ്ങനെ ഒന്ന് ആലോചിച്ച് ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു വൈറലാകും ചേച്ചി ഒന്ന് ആലോചിച്ച്. അപ്പൊ വിജയേട്ടൻ എന്നെ കൊല്ലും. അപ്പൊ അങ്ങനെ പക്ഷെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കാനും ഈ ഫണ്ടിന്റെ കൂടെ നിൽക്കാനും. ഞങ്ങളെല്ലാവർക്കും ഉള്ളിൽ മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിലും ചേച്ചിയാണിത് ഉറക്കെ പറയുന്നത്. എനിക്കെല്ലാവരെയും മിസ് ചെയ്യുന്നു, എനിക്കെല്ലാവരെയും കണ്ടേ പറ്റും എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ വാശി പിടിക്കുന്നവർ ചിലപ്പോൾ ചേച്ചി വിളിച്ച് പറയും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ അടുത്തിടപഴകുമ്പം നമുക്കൊരു ഇഷ്ടം കുറയുന്നു. ഇത് അങ്ങനെയല്ല. ചേച്ചിയോട് നമ്മൾ അടുത്തിടപഴകും, ചേച്ചിയോട് നമുക്ക് ഇഷ്ടം കൂടുതൽ ചെയ്യുന്നു. പിന്നെ ചിത്ര ചേച്ചിയെ ചിത്രാമ്മ ആക്കിയത് നിങ്ങളുടെ ഒരു സ്റ്റാർ സിംഗർ സീസൺ 9 ആണെന്ന് തറപ്പിച്ച് നമുക്ക് പറയാമല്ലോ സ്നേഹം. ചിത്രാമ്മ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. അത് നിങ്ങൾക്കായാലും ആ ഒരു അമ്മ എന്നുള്ളൊരു എഫെക്ഷൻ അല്ലേ ഭയങ്കരമായിട്ടും. സ്നേഹ, ഇത്രയും അഭിനയ പ്രാവീണ്യമുള്ള ഇവരൊക്കെ നമുക്കൊരു അഭിനയത്തിലൂടെ പാട്ട് പാടാനുള്ള ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് സാർ നമ്മളിവരെ കൊണ്ടുപോകുകയാണ്. ഇനി സംഭവം വേറെ ഒന്നുമില്ല, ഒരു പാട്ട് തരും, അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഇമോഷനിൽ നിങ്ങൾ പാടേണ്ടി വരും. ഗൈസ് റെഡി? ശരിയല്ലേ? പറ. ഓക്കെ, അപ്പം കട്ടക്ക് പിടിച്ചോളാം കേട്ടോ. വികാര നൗകയുമായി എന്ന പാട്ട് സന്തോഷത്തിൽ നല്ല ഇതിൽ പാടണം. അതാരാ പാടുന്നത്? കണ്ണീരുപ്പു കലർന്നൊരു വേളി സോങ് ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ. വികാരം പറയൂ, നന്നാ തുറന്നു പറയൂ. കാമം. അതാരാണ് നമ്മുടെ കൂട്ടത്തിൽ പാടുന്നത്? ഗോകുലം എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാനില്ല. ആ നന്ദ പാടും. എടാ ഇല്ല. ഒറ്റയ്ക്കെടുത്ത് പാടങ്ങോട്ട് വരും. ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ ഇഷ്ടമല്ലടാ. സംഗതികളൊക്കെ കറക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് അടുത്തത് 4 ലൈനൂടെ പാടിപ്പിക്കായിരുന്നു അല്ലേ? സങ്കടത്തിൽ പാടണം. നിങ്ങൾക്ക് വാസ്കോഡ ഗാമ. ദേഷ്യാണ്. കവിളൊരു ഉമ്മന്നല്ല, കവലയില് വാന്നാ പറയുന്നത്. കവിളൊരു ഉമ്മ. അങ്ങനെ കവിളയിൽ ഉമ്മന്നല്ലേ? അങ്ങനെ ഞാൻ കേട്ടുള്ളൂ. അങ്ങനെ ലിറിക്സ് മാറ്റി എനിക്ക് അറിയാൻ പറ്റില്ല. Vasco da Gama went to the drama. പുതുവർഷം കാണാൻ കവളയിലുമ്മ. കഴിഞ്ഞോ സാറേ? ടീം ലെഫ്റ്റ് കഴിഞ്ഞു, റൈറ്റ് കഴിഞ്ഞു. ഇതിൽ ആരാന്ന് വെച്ചാൽ നന്നായി പാടിയത്? ഈ കുട്ടികളുടെ എനർജി ആണെന്നല്ലേ, അതായത് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഈ ഫാൻ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. പുറത്തേക്ക് ഇറങ്ങും. അതെ, ആ ചേച്ചി വന്ന് മോനെ പ്രണയം പറഞ്ഞിട്ടുണ്ടോ?
പ്രണയാഭ്യർത്ഥനകളൊക്കെ വരാറുണ്ടോ എല്ലാവർക്കും? ഒന്ന് രണ്ടെണ്ണം കഥ പറയാനുണ്ട്. പറ, എല്ലാരും പറയൂ. അവരവർക്ക് കൊണ്ടായ ഒരു ഫാൻ മൊമെന്റ് പറയും. നീലിമ സ്റ്റാർട്ട് ചെയ്തു. ആ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഭയങ്കര സങ്കടം. പുറത്തിറങ്ങുമ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ ഞങ്ങൾ അതേ റിയാലിറ്റി ഷോയിലുള്ള ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും ഞാൻ കറങ്ങാൻ പോകുന്നത്. അവരെയൊക്കെ തിരിച്ചറിയത് ഞാൻ അവിടെ പട്ടി പോലെ ആരും എൻ്റെ അടുത്ത് വരുന്നില്ല, എന്നോട് കിട്ടത്തില്ല. അപ്പോൾ സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പം നേരെ തിരിച്ചായി. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ മനസ്സിലായി, ഫൈനലി അതെല്ലാവരും മനസ്സിലായി ഉള്ള രീതിക്ക്. അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് എനിക്ക് ഇപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഒരു കഥ ചിലപ്പം ബബിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഒരു കഥ ഇങ്ങനെ നമുക്ക് കേൾക്കാം. ഏത് കഥ? ഫാൻ മൊമെന്റ്. അല്ല, ഉള്ളത് പറയണം കേട്ടോ. ഇന്ന് ട്രെയിൻ Fresh. കൊച്ചിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു 2 മാസത്തെ ഗ്യാപ്പ് നമ്മൾ വല്ലാണ്ട് എഫക്ട് ചെയ്യും. നമ്മളിപ്പോ കുറെ പേര് മറക്കും രീതിക്കൊക്കെ വിചാരിക്കും. തിരിച്ചറിയില്ല ആരും ഇല്ല. പക്ഷെ അവിടെ ട്രെയിനിൽ കയറിയിട്ട് കുറച്ചു നേരം ഞാൻ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. ഇപ്പൊ 2 ചേച്ചിമാര് ഞങ്ങള് വന്നിരുന്നപ്പോ ആർക്കും മനസ്സിലായില്ല. പക്ഷെ അപ്പുറത്തെ ബോഗിയില് തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ചേച്ചിമാര് വന്നിട്ട് സംസാരിച്ചു. അപ്പൊ ഇവനെ മനസ്സിലായി. നിങ്ങളത് മനസ്സിലാകാൻ വേണ്ടി നടന്നതല്ലേ? അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലേ ഞാൻ ബൽറാം പോയി വന്നപ്പോ 2 ചേച്ചിമാർ ഇങ്ങനെ തല ഇങ്ങനെ പുറത്തോട്ട് നോക്കണം. അപ്പൊ ഞാനത് കണ്ടു, ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. അപ്പൊ ഇവര് ഇങ്ങനെ 2 കൈ എന്നും പറഞ്ഞ ആ കമ്പാർട്ട്മെന്റിലല്ല എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയപ്പോ ഞാനാണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റു. ട്രെയിനിൽ കിടന്ന് ഉറങ്ങാതെ വിചാരിച്ചാൽ സമ്മതിച്ചില്ല ചേച്ചിമാര് വന്നിട്ട് ഇങ്ങനെ നോക്കിയേക്കാം. അപ്പൊ പിന്നെ ഞാൻ ഒരു ജെറാന്റെ അവസാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാ ആ വിഷമത്തോടെയാണല്ലോ ഞാൻ വരുന്നത്. ആരും നോക്കില്ല എന്നുള്ളത് അതോടെ മാറി. ഇവിടെ ഇറങ്ങിയപ്പോ ഇവൻ ചോദിച്ചു എന്റെ അടുത്ത്, നിനക്ക് ആ വിഷമൊക്കെ മാറിയില്ലേ? ഇങ്ങനെ ഇഷ്ടം പറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ ബൽറാം? നിന്റെ ചാട്ടം കണ്ടപ്പോഴാ എനിക്ക് തോന്നി. എന്താ ചോദിക്കാത്ത പറഞ്ഞു. പറയൂ, ആ ഫാൻ ആരായിരുന്നു? അല്ല, പറഞ്ഞു ഇത് പോയി കയ്യിന്ന് പോയി പറഞ്ഞു. എന്താണ് അവര് ഷോർട്ടാക്കി ബൽറാമിനെ അപ്പൊ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നതിനോട് എന്താ പറയാറുള്ളേ? ഞാൻ എന്തെങ്കിലും പിന്നെ എന്തിനൊക്കെ അറിയുന്നതൊക്കെ. ഗോകുലിന് എന്താണ് പറയാനുള്ളത്? ഗോകുലിന്റെ അടുത്ത് അങ്ങനെയൊക്കെ വന്ന് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനൊന്നും പറയാം, ഞാൻ ഒരു ആ തലത്തിലേക്ക് കൊണ്ടുപോകാറില്ല. ഞാൻ ആ തലത്തിലേക്ക് കൊണ്ടുപോകാറുള്ളത് മുളയിലെ മുള്ളും എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് നല്ല പാട്ടാന്ന് പറഞ്ഞാൽ താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ അല്ല, ഹാർട്ട് ഇട്ട് കൊടുക്കും. ശ്രീരാഗ് പറ. ശ്രീരാഗിനോട് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള പറ. ഇമാർക്കൊന്നും ഫാൻസ് ഇല്ലേ? നമ്മുടെ വെള്ളം കോരിയത് മുഴുവൻ വെറുതെ സാറൊന്നും പറയാത്താണ്. ശ്രീരാഗിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ നോക്കണം. ശ്രീരാഗ് ലവ് 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 ഫാൻ മൊമെന്റ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടോ? എന്താ ഹൃദയം ചെരുപ്പോ? അതെന്താടാ ആദ്യമായിട്ടായിരിക്കും ചെരുപ്പൊക്കെ? ഷൂസ് ആണോടാ? പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടിയാലും ഒരു കുട്ടി കൈവച്ച് ഉണ്ടാക്കി തന്ന ചെരുപ്പാണ്. അങ്ങനെയൊക്കെ തന്ന ചെരുപ്പല്ലേ? എന്നാന്ന് മിണ്ടാതിരിക്കുന്നത് അനുശ്രീ പറ. അനുശ്രീ മഹാരാജ് ഫുള്ള് ഇളക്കി വെച്ചേക്കാൻ ഓൾറെഡി പറഞ്ഞു. അവിടുത്തെ ഫാൻ ബേസ് പറ. മഹാരാജാസ് ഒന്ന് കിടുങ്ങി അനുശ്രീ കാല് കുത്തിയപ്പോൾ പറ അനുശ്രീ. അതല്ല, ഞാൻ മാത്രല്ല അവളും ഉണ്ടെന്ന് പറ അനുശ്രീ. ഹോസ്പിറ്റലിലോ? എനിക്ക്
ചെറിയ കോൾഡായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടറൊക്കെ എന്നെ തിരിച്ചറിഞ്ഞു. പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ പാടിയ പാട്ടുകളൊക്കെ എന്നോട് തിരിച്ച് പറഞ്ഞു തന്നിട്ട് അതാണ് മെഡിസിൻ. ഗുളിക 2 എക്സ്ട്രാ കൊടുത്തു. ഡോക്ടർ അടുത്തൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉണ്ട് OP എടുക്കാൻ ക്യൂലൊന്നും എല്ലാരും വഴി 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 രാജാവിന് എന്തൊക്കെയോ ശ്രീരാഗിന് എന്തൊക്കെയോ വഴിയൊരുക്കണം നേരെ ഡോക്ടർ അങ്ങനെ പോകും. സാധാരണ ഒരുപാട് സമയം എടുക്കേണ്ട ഡോക്ടർമാരൊക്കെ ഉണ്ടാവുമല്ലോ, മനസ്സിലായോ? തിരക്കുള്ള ഡോക്ടർമാര് ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ കാണാൻ പറ്റും. എനിക്ക് റീസെന്റ് ഡെന്റൽ ക്ലിനിക് ഞാനിപ്പോ ഇൻവിസലൈൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അപ്പോളോ ഡെന്റൽ ചെന്നൈയിലാണ്, ഔട്ട്സൈഡ് കേരളാണ്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ എന്തായാലും പല്ല് ട്രീറ്റ്മെന്റ് നല്ല നേരം എടുക്കും. അപ്പൊ അതിന് ഫ്രണ്ടിലൊരു TV ഉണ്ടായിരുന്നു. എപ്പോഴും അവിടെ അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് TV ഫ്രണ്ടില്, അപ്പൊ അതിന് പാട്ട് വെക്കും. അപ്പൊ അവര് എന്നെ റെക്കഗ്നൈസ് ചെയ്തു സ്റ്റാഫുകൾ. എനിക്ക് എടുത്തു പറയാനൊരു പെർഫോമൻസ് ഞാനും നന്നായി പാടിയ നഗ്മോസ്. പിന്നെ നഗ്മയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ കസിൻ സിസ്റ്റർ, അവരുടെ 2 ചെറിയ കുട്ടികൾ. ഒരാൾക്ക് ഒരിക്കലൊരു 7-8 വയസ്സുണ്ടാവും, മറ്റേ ആൾക്കൊരു 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നഗ്മ പാടിയിട്ട് ഒരാൾ ദിശയും ഒരാൾ നന്ദയുമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. രാവിലെ മുതൽ അപ്പം എന്തൊക്കെയും ഇങ്ങനെ പറഞ്ഞു, എന്തൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സർഗോയുടെ ഷോയുടെ ഏറ്റവും വലിയ ഫാൻസ് വീട്ടിലുണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ട് പരിചയം അവർ ഞാൻ 3, 2, 4 മറ്റേ 3, 2, 1 എന്നേ പറയാനും, പക്ഷെ അവർ 10 മുതൽ തുടങ്ങും. 10, 9 പറഞ്ഞു ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പാടുന്ന അതേ മാനറിസത്തിൽ അതേ സംഗതികൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ലസ്റ്റ് ടൈം അതാണ്. എൻ്റെ കോളേജ് ഗ്രൂപ്പ്, അപ്പം ഞാനാണ് സ്റ്റാർ സിംഗർ ചെയ്യുന്നതെന്ന് അവിടെ ആർക്കും അറിഞ്ഞൂടാ. എൻ്റെ കോളേജ് ഗ്രൂപ്പ് പഴയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗ്രൂപ്പാണ്. അപ്പം അവിടെ ഒരു ദിവസം നോക്കിയപ്പോൾ കറങ്ങി അടിച്ച് വന്നിരിക്കുന്നു നന്ദയുടെയും ദിശയുടെയും പാട്ട്. നല്ല ഗംഭീര പാട്ടാണ്, കണ്ടു നോക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയണ്ട തിണ്ടി ഞാനാണ് ഈ ചോദിക്കുന്നത്. നീയാണോ ഇത് ചെയ്യുന്നത്? ഞാനാ ചെയ്യുന്നത്. സർ, ഇവരുടെ ഈ ഒരു കൂട്ടായ്മ അതിനെ ഒന്നും കൂടെ ഒന്ന് ഫോസ്റ്റർ ചെയ്യണം, അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും കൂടെ ആയിട്ടാണ് ഇപ്പം നമ്മൾ വളരെ റീസെന്റ് അറിഞ്ഞ ഒരു അപ്ഡേറ്റ് ആണ് സ്റ്റാർ സിംഗർ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓഡിയൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നത് അത് അത്ര പ്ലാൻഡ് ആയിരുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തുറന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു പ്ലാൻഡ് ആയിരുന്നില്ല. കാരണം സ്റ്റാർ സിംഗർ നമ്മൾ തുടങ്ങി ഷോ നന്നായിട്ട് പോകുന്നെങ്കിലും ഇടക്കാലത്ത് പ്രത്യേകിച്ചും ആ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ വേൾഡ് കപ്പ് വന്നു. അപ്പോൾ ഇന്ത്യയുടെ കളികൾ മിക്കവാറും എല്ലാം വരുന്നത് സാറ്റർഡേ സൺഡേസ് ആണ്. അപ്പോൾ നമ്മുടെ ടെലികാസ്റ്റ് വരുന്നത് സാറ്റർഡേ സൺഡേസ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ ഷോ ഹോട്ട്സ്റ്റാറിൽ കുറച്ച് നേരത്തെ കയറും, രാവിലെ 6 മണിക്ക് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അപ്പോൾ പല ആൾക്കാരും ഹോട്ട്സ്റ്റാറിൽ കാണുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഷോ മിസ് ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഷോ നിർത്തണം, ഷോയുടെ ക്ലൈമാക്സ് ആകുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ഷോ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെയുള്ളൂ. ഫൈനൽ കാരണം 54 എപ്പിസോഡ്സ് എന്ന് പറയുന്നത് ബിഗ് ബോസിന് തൊട്ട് മുമ്പ് അവസാനിക്കുന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു ഡിസംബർ മുതൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വേറെ ലെവലായി. അതായത് ഇത്രയും നല്ല കുട്ടികളെ വേണ്ടത്ര ഒരു വേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്തില്ല എന്നൊരു ഫീല് എനിക്ക് മാത്രമല്ല എൻ്റെ മുകളിലുള്ള ഏഷ്യാനെൻ്റെ അധികൃതരും ഒക്കെ തോന്നി. ഒരു നമ്മൾ ഇത്രയും നല്ല കുട്ടികളെ കിട്ടിയിട്ട് അപ്പം എൻ്റെ അടുക്കൽ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾ മീറ്റിംഗ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ നമ്മൾ വീണ്ടും ഒരു സീസൺ ചെയ്യും. ചിലപ്പോൾ നല്ല പിള്ളേരെ കിട്ടിയേക്കാം, പക്ഷെ കിട്ടണമെന്നില്ല. ഈ കിട്ടിയിരിക്കുന്ന പിള്ളേരെ വെച്ച് നമ്മൾ മാക്സിമം യൂസ് ചെയ്തില്ല എന്നൊരു ഫീല് നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാവും. പകരം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഓൾറെഡി നമ്മൾ ഫൈനലൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഫൈനലിസ്റ്റുകളെ സെലക്ട് ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇൻ ബിറ്റ്വീൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഡിസ്കഷൻസ് വരുന്നത്. അപ്പം എന്ത് ചെയ്യാം? അപ്പം ഞാൻ പറഞ്ഞു 2 സ്കൂളുകളാണ്. സ്കൂളുകൾക്ക് സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ നമുക്കൊരു വെക്കേഷൻ കൊടുക്കാം. കാരണം സമ്മർ വെക്കേഷൻ ആകാമല്ലോ. അപ്പോൾ ഈ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു സമ്മർ വെക്കേഷൻ്റെ സമയത്ത് നമുക്ക് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് അരിയിലേക്ക് പോകാം. അത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാം. അപ്പം ആ സാധനം നമുക്ക് അടുത്തൊരു ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മൾ ഓൺ ബാങ്കിൽ നമ്മൾ വീണ്ടും ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നത് ഈ കണ്ടസ്റ്റൻസിൽ, അതായത് ഈ 10 പേരിൽ ഒരാളെപ്പോലും പ്രേക്ഷകർക്ക് എന്താ പറയുക മറന്നു പോയില്ല എന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും ചെറിയ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ പ്രേക്ഷകന് ഓർമ്മയുണ്ടാവണം. കാരണം പിരിഞ്ഞു പോകുന്നത് സമയത്ത് അവർ സ്റ്റാർസ് ആണെങ്കിൽ തിരിച്ചു കയറുന്ന സൂപ്പർ സ്റ്റാർസ് ആയിട്ടായിരിക്കണം എന്നുള്ള ഫീലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലേക്കും നമ്മൾ യാത്ര പോകുന്നു, ഇവരുടെ വീടുകളിൽ പോകുന്നു.
വീടുകളിൽ പോയതിനു ശേഷം പിന്നെ നമ്മൾ അവിടെയൊക്കെ ചെറിയ ചെറിയ മിനി ഈവെൻറ്റുകൾ സംഘടിപ്പിക്കുന്നു. മിനി ഈവെൻറ്റുകൾ കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ ടെലികാസ്റ്റ് പോകും. നമ്മുടെ ഈ യാത്രകൾ മുഴുവൻ ടെലികാസ്റ്റ് പോകും. ഈവെൻറ്റോടുകൂടി തിരിച്ചു കയറുന്നത് പിന്നെ ഉള്ളത് ഇതുവരെ മലയാളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും തീവാർന്ന പോരാട്ടമായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നമുക്കൊരു പാട്ട് പാടിയാലോ? അതെ, എടാ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നഗുമോന്റെ കാര്യം എന്തായാലും പറഞ്ഞു. എനിക്ക് തോന്നുന്നു പല ഗെയിമുകളിലൂടെ ഇവരൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഇവര് നഗുമോ ഒന്ന് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പെട്ടെന്ന് പാടാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ? నగుమో మూగనలే నీ నాజాలి తెలిసి నన్ను బ్రోవరాడా శ్రీ రఘువరని నగుమో మూగనలే నీ నాజాలి తెలిసి నన్ను బ్రోవరాదా శ్రీ రఘువరని నగుమో మూగనలేని తెలిసి. ഞങ്ങള് ഋത്തിക്കന്റെ വീട്ടിൽ പോയേ. ഋത്തിക്കന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ബൽറാമിനെ ഒന്ന് വിളിച്ചിട്ട് ഒരു പാട്ട് പാടിക്കാം, അപ്പൊ അവൻ ബാക്കി പാടുമല്ലോ എന്നുള്ളത്. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ നമ്മുടെ കൺമണി അൻപോട് അവളോട് പാടാൻ പറഞ്ഞു. അപ്പൊ ഋത്തിക്ക പാടി, അവിടുന്ന് ഒരു അനക്കവും ഇല്ല. അല്ല, അത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ കൊടുത്ത ടാസ്ക് ആയിരുന്നു ഋതിക വിളിച്ചിട്ട് ഒന്നും പറയരുത്, ആസ് സൂൺ ആസ് ബൽറാം പിക്സ് അപ്പ് ദ കോൾ സ്റ്റാർട്ട് സിംഗിങ് കൺമണി. അപ്പൊ ഋതിക അവിടുന്ന് കൺമണി അൻപോട് ഫസ്റ്റ് ടൈം പാടിയിട്ടോ. വെയിറ്റ് ഒന്നും മിണ്ടുന്നില്ല. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. സീരിയസ്ലി ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇതെന്താ, നമ്മൾ സ്ക്രിപ്റ്റഡ് അല്ലല്ലോ ഇത്, പക്ഷെ ഇത് കാണുന്ന സ്ക്രിപ്റ്റഡ് ആണെന്ന് ആ ഓൺ ദ സ്പോട്ടിൽ അടിച്ചിട്ട്. അതെങ്ങനെ മനസ്സിലായടാ? അത് അവളെ വിളിക്കാറുള്ളപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഡൈപ്പ് കേസായിട്ട് വിളിക്കും. അതായത് അല്ല അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു എന്നെ പറ്റിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസായിട്ടായിരിക്കും വിളിക്കുക. ഇതിനു മുമ്പ് എന്തായിരുന്നു അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? അത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. മുമ്പ് എന്തോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാനത് പറ്റിക്കപ്പെട്ടു. അപ്പൊ പിന്നെ ഇവിടെ വിളിച്ച് ഫോൺ എടുത്ത ഉടനെ ഹലോ എന്നൊന്നും പറയാതെ വെറുതെ പാട്ട് പാടാം. ഒരു ലൈൻ പാടി കൺമണി എന്നോട് കാലം ഞാൻ കടുതമായി. അത് കഴിഞ്ഞ് നിർത്തി. എന്തോ അത് പാടി നിർത്തി. പിന്നെ സൈലൻസ്, ഒന്നും മിണ്ടുന്നില്ല. ശരി, എന്തോ പറ്റിക്കാനുള്ള പരിപാടിയാന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ നിന്ന്. അപ്പൊ അവള് അടുത്ത ലൈൻ പാടിയിട്ട് അതും കുറച്ചു പോയിട്ട് നിന്നു. അപ്പൊ അവള് എന്തോ പറ്റിക്കുക. ഞാൻ പറഞ്ഞു താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാൻ. ബൽറാമിന്റെ ഒരു രസകരമായ കഥ എന്ന് വെച്ചാല് ഫസ്റ്റ് ലെവൽ ഓഡീഷനില് സെലക്ട് ആയപ്പോ നാട്ടിൽ ഫ്ലെക്സ് വെച്ച് വായിച്ചു. സ്വന്തം വെച്ചതാണെന്നോ? അതായത് ഞങ്ങള് പാലക്കാട് പോയി ഓഡീഷൻ നടത്തി. അതിനുശേഷം 3 ലെവൽ ഓഡീഷൻ ഉണ്ട്. ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കഴിഞ്ഞപ്പോ തന്നെ ഇവൻ ഫ്ലാറ്റിൽ ഫ്ലെക്സ് വെച്ചു. മറ്റേ ഒറ്റപ്പാലത്തിന്റെ പ്രിയപുത്രൻ ശാസിനിലേക്ക് സെലക്ഷൻ ആയ ബൽറാമിനെ ആശംസിച്ചു. ഇത് കേട്ടോ, നമുക്ക് ഈ ഓഡീഷൻ കഴിഞ്ഞ് കിട്ടാത്ത വരുന്ന കുറെ ആൾക്കാർ ഇവിടെ കംപ്ലീറ്റ് പാർഷ്യാലിറ്റി ആണ് അതാണ് പറഞ്ഞ് കുറെ ബഹളങ്ങളുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചിരുന്നു ഒരു വോയിസ് നോട്ട് അയച്ചിരുന്നു. എടാ നീ ഇത് കേട്ട് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഓഡീഷൻ നടന്നതിനെ കുറിച്ച് കുറെ കുറ്റമാണ്. അവിടെ അങ്ങനെയാണ്, അവിടെ എല്ലാം നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നു, അതാണ്. അപ്പം ഒറ്റപ്പാലത്തുള്ള ചെക്കനുണ്ട്, അതിന്റെ പേര് ബൽറാം എന്നാണ്. അവൻ ഫസ്റ്റ് അവന് മറ്റേ ടി വിയിലൊക്കെ ഭയങ്കര പിടിയാണ്. അവനെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഏത് ബൽറാം വോയിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവനോട് ഒറ്റപ്പാലത്തൊക്കെ മറ്റേ ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞു. എനിക്ക് ബൽറാം ആരാണെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ നേരെ ഹരീഷിനെ വിളിച്ചിട്ട് ചോദിച്ചത്, ഹരീഷ് ഇത് ആരാണ് ഈ ബൽറാം? ഹരീഷ് ലിസ്റ്റ് നോക്കിയിട്ട് ഒറ്റപ്പാലത്ത് സെലക്ട് ആയിട്ടുണ്ട് പാലക്കാട്. അപ്പൊ ഞാൻ ഇവനെ നോക്കിയിരിക്കാം. വരട്ടെ. അവസാനം ഞാൻ ചോദിച്ചു, നമ്മള്
ഓൾമോസ്റ്റ് ഈ ഒരു ഫൈനൽ 30 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സെലക്ഷൻ ആയപ്പോൾ ഞാൻ ചോദിച്ചു, നീയാണോ ബൽറാം? നീ എന്തിനാണ് ഒറ്റ ഫ്ലെക്സ് വെച്ചത്? സാർ എങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ ഈ വോയിസ് കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും ഇവിടെ മനുഷ്യർ ജീവിക്കാൻ സെലക്ട് ചെയ്ത ആൾക്കാർ പറയും ഇതെല്ലാം പ്ലാൻഡ് ആണെന്ന്. അല്ല അതിന് പുറകിലെ ചെയ്ത അത് ഞാൻ നമുക്കിനെ അറിഞ്ഞുകൂടാ, ഇവനൊന്നും അറിഞ്ഞുകൂടാ. ഇവൻ ഏതൊക്കെയോ റിയാലിറ്റി ഷോയിൽ ഓഡീഷനിൽ പോയി പങ്കെടുത്തിട്ട് കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഇവർ നാട്ടിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇവര് ടെലിവിഷനിൽ ഭയങ്കര പിടിയാണ്, ഏഷ്യാനെറ്റ് ഭയങ്കര പിടിയാണ്. ഇവരെ സെലക്ട് ചെയ്തപ്പോൾ അവൻ ഫ്ലെക്സ് വെച്ചു. അത് ഫസ്റ്റ് ലെവൽ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഡിഷനിൽ കിട്ടിയല്ലോ, അടുത്ത ലെവലിലേക്ക് സെലക്ട് ആയില്ല. അടുത്ത ലെവലിലേക്ക് സെലക്ട് ആയി. നമുക്ക് ഓഡിഷൻ സമയത്ത് ഒരു നമ്പർ വെച്ചിട്ടുള്ള കാർഡ് തരും. ഞാൻ ആ കാർഡ് എടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ സെലക്ട് എന്ന് പറഞ്ഞു സ്റ്റാറ്റസ് ഇട്ടു. ഇതാരൊക്കെയോ എനിക്ക് പണി തന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ഓഡിഷനെ കഴിഞ്ഞ് രണ്ടാമത്തെ ലെവൽ ഓഡിഷനെ കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലെക്സ്, ഇതാരും ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് ഈ സ്റ്റാറ്റസ് ഇട്ട കാര്യം എനിക്ക് പിന്നെ ഓടിയത്, ആരോടും പറഞ്ഞില്ല അറിഞ്ഞില്ല. പക്ഷെ ഞാനിത് കാണുന്നത് ഇത് ആരോട് ചോദിക്കും പോയിട്ട്. അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു 3rd or 4th ഓഡിഷനൊക്കെ ആയപ്പോഴാണ് സാർ ഒരു 3-4 വോയിസ് നോട്ട്, സാറിന്റെ നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് അധികം ചോദ്യം പറിച്ചിരുന്നല്ലോ, 3-4 വോയിസ് നോട്ട് അതിപ്പോഴും എന്റെ കയ്യിൽ ഇരിക്കും. നിന്നെ ഒന്നും കണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ. ഞാനത് മുഴുവൻ കേട്ടിട്ട്, സാറ് ഞാനിത് അറിഞ്ഞിട്ടില്ല, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സാറ് എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ലെവൽ ഓഡിഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ സാറ് കണ്ടിട്ട് പറഞ്ഞു, സെലക്ട് ആയില്ല, നീ എന്ത് ചെയ്തേന്ന്? നമുക്ക് ഈ ബൽറാമിനെ അതിന് കണ്ടിട്ടേ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങാനും സെലക്ട് ആകുകയാണെങ്കിൽ അത് ഇവൻ നമ്മൾക്ക് സ്വാധീനം കൊണ്ടാണെന്ന് പറയും. സെലക്ട് ആയില്ലെങ്കിൽ എന്താണെന്നുള്ളത് അവന്റെ വിധിയാണ്. അതെ, പാവം. സാറേ അപ്പൊ എന്തായാലും ഫ്ലെക്സ് വെച്ചേക്കുമല്ലേ ഓർത്ത് സെലക്ട് ചെയ്തതോ? നല്ല ഞാൻ ശരിക്കും പറഞ്ഞ ഇവനെ എടുത്ത കുരിശാണ്, കാരണം ഇവൻ ഈ ഓരോ റൗണ്ടിലും ഫ്ലെക്സ് വെക്കും. ഗോൾഡൻ സ്റ്റാർ നേടി നാടിന്റെ പൊന്നോണ മുത്തിന്. സെലക്ഷൻ റൗണ്ടിൽ വന്ന് പാടിയ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. സാർ ഇതുപോലെ ഈ കൂട്ടത്തിൽ വേറെ ആരുടെയെങ്കിലും കാര്യം ഇതുപോലെ രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ടോ സാറിന്? അതെന്ത് ഫ്ലെക്സ് വെച്ചോ? അല്ല, ഗോകുല് ഫസ്റ്റ് റൗണ്ടിൽ പാടി കഴിഞ്ഞിട്ട് ഗോകുലിന്റെ ഇന്നിയറിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഗോകുല് നേരെ വന്നിട്ട് ഞാനിരിക്കുന്ന കൺസോളിന്റെ പുറകിൽ വന്നിട്ട് എന്റെ ഇന്നിയറിൽ എനിക്ക് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവനേതാ ഇരുട്ടാണ് എന്തൊക്കെ എന്ന് പറഞ്ഞു. സാർ ഇനിയിപ്പോ പാടിയതായിരുന്നു. ഞാൻ എന്താ നിന്റെ പ്രശ്നം? സാർ എന്റെ ഇന്നിയറിൽ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓക്കെ കഴിഞ്ഞില്ലേ, ഞാനിത് പറയുന്നത് ഇനി പാടാൻ വരുന്നവർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ. സാർ ഒന്ന് ശ്രദ്ധിക്കണം, ഇനി പാടാൻ വരുന്നവർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് കേൾക്കുന്നത് എന്റെ കാര്യം പോയി. ഗോകുൽ അന്നേരം കഴിഞ്ഞു. ഗോകുൽ വിചാരിച്ച് എന്നെ സെലക്ട് ചെയ്യാൻ പോണില്ല. അപ്പം ഗോകുൽ ഔട്ടായി. ഗോകുൽ ഔട്ടായ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള നിൽക്കുന്നവർക്കെങ്കിലും ഇന്നിയർ ഒന്ന് നന്നാക്കി കൊടുത്തോട്ടെ എന്ന് കരുതി എന്റെ പുറകിൽ വന്ന് ഇങ്ങനെ പുറഹാന്ന് വെച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു അവരോട് മാറി നിൽക്കാൻ പറ. സാറൊന്നും ചെയ്തേ ഇത് എല്ലാം വല്ല പിടിച്ച പിള്ളേരാണല്ലോ. സമ്മർ വെക്കേഷൻ അനൗൺസ് ചെയ്തു. അപ്പൊ അനുശ്രീക്ക് ആ പെർഫോമൻസിൽ അനുശ്രീക്ക് കുറച്ച് മാർക്ക് കുറവാണ്. അപ്പൊ അനുശ്രീ ഉറപ്പായിട്ടും വിചാരിച്ചു അനുശ്രീ പുറത്തായി. അനുശ്രീ നാട്ടിലൊക്കെ വിളിച്ച് അച്ഛനൊക്കെ പറഞ്ഞ് അച്ഛാ തീരുമാനമായി കഴിഞ്ഞു. അച്ഛൻ നാട്ടിലെ ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ മൊത്തം ശോകമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ മറ്റേ വെക്കേഷനാണ് നമ്മളിത് എലിമിനേഷൻ ഇല്ലാന്ന് പറഞ്ഞത്. അനുശ്രീ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി എനിക്ക് ചിരിയാണോ കരച്ചിലാണോ എന്ത് വികാരമായിരുന്നു എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അനുശ്രീ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മറ്റേ സിനിമ ചട്ടനും പോയി പൊട്ടനും പോയി ബോട്ട് കിട്ടി ഹൈലൈറ്റ്സ്. ഒരാള് ചിരിച്ചു, ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ചിരി നിർത്തിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അനുശ്രീ ഇങ്ങനെ എന്താ തോന്നുന്നു? കണ്ണു നിറഞ്ഞു അനുശ്രീയുടെ. കരയണ്ടടാ പോട്ട്. സാരല്ലേ, ഒരു വെക്കേഷൻ അല്ലേ? ഞാൻ
ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും എലിമിനേറ്റ് ആയി പോകുന്ന കാര്യം. ബാക്കിൽ മറ്റേ എലിമിനേറ്റ് ആവുമ്പോ കൊടുക്കാൻ വെച്ച സാധനമൊക്കെ കണ്ടു. അതെന്റെ വീട്ടിലേക്കുള്ള പക്ഷെ എന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ രാത്രി ഫുൾ പ്രാക്ടീസ് ആയി. എല്ലാവർക്കും നന്ദി. അതൊന്ന് കാണിച്ചു എന്താ പ്രാക്ടീസ് ചെയ്തത്? എന്നാ എലിമിനേറ്റ് ചെയ്യുമ്പോ പറയാൻ വെച്ചത് 2 വാക്ക് പറഞ്ഞു. അല്ലല്ല അങ്ങനല്ല, അങ്ങനെ തന്നെയാ. പറ നീലിമ പറ, അനുശ്രീ പറ. അല്ല എന്നാ നമുക്ക് കേക്കാലോ. അല്ല സർ എന്താണ് പ്ലാൻ ചെയ്ത? പറ എന്താണ്, കൈ കൂപ്പി പറ. പിന്നെ സർപ്രൈസ് സാറിന്റെ പേര്, അതേ പേര്, അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ അതല്ല കയ്യിൽ എഴുതി വെച്ചിട്ട് എന്താണ് യേശുക്കുട്ടി? കാരണം നമ്മള് ഈ മറ്റേ സമ്മർ വെക്കേഷൻ പോലെ എന്തോ ഒരു സാധനം സംഭവിക്കാൻ പോകുന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഷോ നിർത്തുന്നില്ല അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള സാധനം എങ്ങനെയോ ചോർന്നു ആ ഗ്രൂവിങ് സമയത്ത്. അപ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് മറ്റേ നമ്മുടെ ടീം വന്നിട്ട് പറഞ്ഞ സാർ എല്ലാവരും കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സീരിയസ്നെസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞു ഇതാണ് പ്ലാൻ, നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മൾ പിരിയാൻ പോകാം. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡ്രാമ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പിരിയും. അപ്പോൾ എല്ലാവരും എൻ്റെ പുറകെ എടുക്കാൻ. അപ്പോൾ ഇവൻ വന്നിട്ട് പറ്റി സാർ ഒരു ഷെഡ്യൂളും കൂടെ കൂട്ടി ഒരു 2 എപ്പിസോഡെങ്കിലും ഞാൻ പറഞ്ഞത് അത് നടക്കില്ല. എല്ലാം തീരുമാനമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിനാണ്, ഫിനാലെയാണ്, എല്ലാം കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് കാണാം, എന്തായാലും ഇതിൻ്റെ പുറത്ത് പിരിഞ്ഞൊന്നും പോകുന്നില്ലല്ലോ, കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് സാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞ് നിനക്കെന്താ, നിനക്ക് കോളേജിൽ പോകണ്ടേ, എനിക്ക് ചെന്നൈയിൽ നിന്ന് എനിക്ക് ലീവ് കിട്ടാൻ ഭയങ്കര പ്രയാസമല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും വരും സാർ, എങ്ങനെയെങ്കിലും വരും സാർ, എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ശരി. അറിയാം എൻ്റെ ഉള്ളിൽ ചിരിയുണ്ടല്ലോ, കാരണം എനിക്കറിയാലോ എക്സ്റ്റെൻഡ് ആണ്. സാറ് മറ്റേ ആക്ടറിന്റെ കഴിവുകളൊക്കെ ദിവസം ഈ എക്സ്റ്റെൻഡ് ലങ്കയ്ക്ക് ശേഷം പിന്നെ നമ്മൾ ഈ പ്രൊഫൈല് പറയും, ടെലികാസ്റ്റ് ചെയ്യുന്നു, അല്ലെ അവിടെ പ്രസന്റ് ചെയ്യുന്നു, എല്ലാവരും ഹോളിലുള്ള എല്ലാവരും കൂടെ ഭയങ്കര ആർത്തരച്ചിടം ചിരിക്കുന്നു, ഒരാൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. വിഷ്വലി നോക്കിയാൽ ദിശ ഇങ്ങനെ പാടി കഴിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പം ദിശയുടെ മെൻറ്റർ അഷിമ വന്നിട്ടൊക്കെ പറഞ്ഞു സാർ ദിശ നല്ല സങ്കടത്തിലാണ്. ഞാൻ ചോദിച്ചെന്ത് അല്ല ദിശയ്ക്ക് ഇനി കോളേജിൽ നിന്ന് പെർമിഷൻ കിട്ടത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു അവളാണല്ലോ ഇതിന്റെ പറയണത് ഇത് എങ്ങനെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ദിശ വിളിച്ച് എന്താ അതിന്റെ പ്രശ്നം? സാർ എനിക്കിനി കോളേജിൽ നിന്ന് പെർമിഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് ലീവ് എടുത്തു, പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്കിനി എനിക്ക് അറിഞ്ഞുകൂടെ സാർ എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു പിന്നെ നീ ഇന്നലെ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ പറയാനുള്ളത്, എങ്ങനെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം, നീ പുറകെ വരുമെന്നൊക്കെ. അപ്പോൾ പിന്നെ അവസാനം നമ്മൾ കോളേജിൽ സംസാരിച്ചു, ദിശയുടെ പേരൻസുമായിട്ട് സംസാരിച്ചു, അങ്ങനെ കുറേ കടമ്പുകൾ കഴിഞ്ഞിട്ടാണ് കുട്ടി ഈ മുത്തിനെ എവിടെ ഇരിക്കുന്നത് കൊള്ളാടി പൊളി. അപ്പൊ പാട്ടാടിയോളെ in
അടിപൊളി. എന്തായാലും സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നന്ദ നമുക്ക് മുകിലിൻ മകളെ ഒന്ന് പാടിത്തരാമോ? നന്ദ റെഡി അല്ലേ? ഞാനൊന്ന് പാടി നോക്കട്ടെ. ലാസ്റ്റ് എന്നാ പാടി. നിന്റെ ഓർമ്മയിലാകാശം മിന്നലായി കൈ നീട്ടുന്നു, നിന്റെ തോഴികൾ താരകളായി താരിളം മിഴി നീട്ടുന്നു, സ്നേഹസന്ധ്യാ ചന്ദ്രലേഖ പിന്നിലാവായി തേങ്ങുന്നു, മുകിലിൻ മകളെ പൊഴിയും കനവേ വെണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനുംബരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വെണ്ണിന്നേലെ മുകിലിൻ മകളെ. ഓ അടിപൊളി. ആക്ച്വലി നമ്മള് സാർ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ചോദ്യം ചോദിച്ച ശീലമുള്ളൂ, ഉത്തരം പറഞ്ഞ ശീലമില്ല. ഇപ്പൊ എന്ത് തോന്നുന്നു, അതായത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്? എപ്പോഴും സാറിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ലൈക്ക് ബിഹൈൻഡ് ദ സ്ക്രീൻ എല്ലാരെയും നിയന്ത്രിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഇത്രയും നേരം നമ്മളുമായിട്ട് എന്ത് തോന്നുന്നു ഞാൻ അങ്ങോട്ടാ ചോദിക്കണ്ടേ. ഞാൻ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്നത് പോലെ ഞാൻ സംസാരിച്ചിട്ടില്ല. അത് എത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങളാണ് പറയുന്നത്. സോ ബീയിങ് ഓണസ്റ്റ്, എനിക്ക് എന്താ തോന്നിയ പറയാം. നമ്മളൊരു റിസോഴ്സ് പേഴ്സന്റെ ഒപ്പം കുറെ നേരം ഇരുന്ന് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ പറയൂ ശ്രീരാഗ്, say something. Why you quiet? Come on man. എന്തിട്ട് പറയടാ, നല്ലതായിരുന്നു. അല്ല ഇൻഡിവിജ്വലി ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു പറഞ്ഞു. അതെ അതെ. സോ താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും നേരം നമ്മളൊപ്പം ഇരുന്നത്. എനിക്ക് ആക്ച്വലി ഇവരിൽ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഐ എം ഒബ്വിയസ് സ്നേഹയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. സോ താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇരുന്നത്. അതായത് ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ബട്ട് യു ബീങ് ഹിയർ ഇസ് സോ സ്പെഷ്യൽ ഫോർ എസ്. ഇത്രയും എക്സ്പീരിയൻസും കഥകളും തമാശകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാളായി ഇറങ്ങി വന്നതിന് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അപ്പം ഗൈസ്, ഫുൾ ഓൺ പവറിൽ ഇനി റീലോഞ്ചിന് നമുക്ക് കാണണം. നമുക്കൊരു എന്തായാലും നമുക്കൊരു പാട്ട് പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഒരു എന്താ പറഞ്ഞ ഒരു പാട്ട് എടുത്ത് നമുക്ക് ഓരോ വരിവരിയായിട്ട് നമുക്ക് പാടിപ്പോയാലോ? എന്തേ ഇന്നും വന്നീല, എന്നോടൊന്നും ചൊല്ലില, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം, ആകാശത്തോപ്പിൻ കിന്നരൻ, മണിവള തിളങ്ങണ കയ്യാലെ വിരൽ തൊട്ടി വിളിക്കണതാരാണ്, മണിവള തിളങ്ങണ കയ്യാലെ വിരൽ തൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, വിളക്കിന്റെ നാളം പോലെ ഒന്തൂവൽ വീശും മാറ്റേറും മഴക്കാവേ, ഓ കളിയാടി പാടാൻ നേരമാ, എന്നും വന്നീല, എന്നോടൊന്നും ചൊല്ലില, അനുരാഗം മീട്ടും ഗന്ധർവൻ,
നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ